ഹായ്, അപ്പോൾ നമ്മളിന്ന് എക്സാമിനേഷൻ ഓഫ് റിഫ്ലെക്സ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഏതൊരു എക്സാമിനേഷൻ ചെയ്യുമ്പോഴും പേഷ്യൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കണം. എന്നിട്ട് പേഷ്യൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കണം. ഹായ്, ഞാൻ തീർത്ത ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എക്സാമിൻ്റെ ഭാഗമായിട്ട് എക്സാമിനേഷൻ ചെയ്യാൻ വന്നതാണ്. ഓക്കെ. അപ്പം റിഫ്ലെക്സസ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്: സൂപ്പർഫിഷ്യൽ, ഡീപ്പ് ആൻഡ് വിസറൽ. അതിൽ സൂപ്പർഫിഷ്യലാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കൺജങ്ക്റ്റൈവൽ, കോർണിയൽ, പാലറ്റൽ, ഫാരിഞ്ചൽ, അബ്ഡോമിനൽ, ക്രിമാസ്ട്രിക് ആൻഡ് പ്ലാന്റർ. അതിൽ ക്രിമാസ്ട്രിക് റിഫ്ലെക്സ് നമ്മൾ ചെയ്യുന്നില്ല, അപ്പോൾ നോട്ട് ഡൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് കൺജങ്ക്റ്റൈവൽ റിഫ്ലെക്സ് ആണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. പേഷ്യൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് സൈഡേക്ക് നോക്കാൻ പറയണം. നേരെ ഓപ്പോസിറ്റ് സൈഡേക്ക് നോക്കി നിൽക്കണം. എന്നിട്ട് നമ്മൾ സൈഡിൽ നിന്ന് മെല്ലെ ബൾബാർ കൺജങ്ക്റ്റൈവ ടച്ച് ചെയ്യണം. നേരെ നോക്കി നിൽക്കണം. അപ്പം ഐസ് ക്ലോസ് ചെയ്യും. ഈ ബ്ലിങ്കിങ് ചെയ്യുന്നതാണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത്. അത് ഓപ്പോസിറ്റ് സൈഡും ചെയ്തിട്ട് 2 സൈഡും റിഫ്ലെക്സ് സെയിം ആണോ എന്ന് നോക്കണം. നേരെ നോക്കാം. ഇതിൽ അഫറൻറ്റ് ലിംബ് വരുന്നത് ഓഫ്താൽമിക് ഡിവിഷൻ ഓഫ് ട്രൈജെമിനൽ നെർവ് ആണ്. ഇഫറൻറ്റ് ലിംബ് ഫേഷ്യൽ നെർവ് ആണ്. അങ്ങനെ ലിംസിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കി വെക്കണം. പിന്നെ ഇതുപോലെ തന്നെയാണ് നമ്മൾ കോർണിയൽ റിഫ്ലെക്സ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന ഏരിയ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ലാറ്ററലി കോർണിയൻ്റെ അടുത്തായിട്ട് വേണം ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ പേഷ്യൻ്റെ അടുത്ത് സ്ട്രെയിറ്റ് നോക്കാൻ പറയാം. കോർണിയൻ്റെ അവിടെ ടച്ച് ചെയ്യാം. 2 സൈഡും ചെയ്യണം. എന്നിട്ട് റിഫ്ലെക്സസ് കമ്പയറും ചെയ്യണം. ഇത് പാലറ്റിലും ഫാരിഞ്ചൽ റിഫ്ലെക്സ് നമ്മൾ പൊതുവേ ചെയ്യാറില്ല. അപ്പോൾ അത് ജസ്റ്റ് റെക്കോർഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വായിച്ച് വയ്ക്കുക. ഇനി നമ്മൾ അബ്ഡോമിനൽ റിഫ്ലെക്സ് ആണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. പേഷ്യൻ്റെ അടുത്ത് കിടക്കാൻ പറയാം. എന്നിട്ട് നെക്സ്റ്റ് ആയിട്ട് ക്ലോത്ത്സ് എക്സ്പോസ് ചെയ്യാൻ പറയാം. ഇതിൽ മസിൽസ് ഇങ്ങനെ ചെറുതായിട്ട് ജെർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൽ റിഫ്ലെക്സ് ആയിട്ട് കാണുന്നത്. ഈ അബ്ഡോമിനൽ റിഫ്ലെക്സ് ചിൽഡ്രൻസിലും ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്കും മൾട്ടിപാരസ് വുമണിലൊന്നും കാണണമെന്നില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലാന്റാർ ഫ്ലെക്ഷൻ ആണ്. അത് നമ്മൾ ഹീലിൽ തുടങ്ങിയിട്ട് ടോ വരെയാണ് ചെയ്യുക. ടോന് തൊട്ട് മുന്നേ ആയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ലാറ്ററലി ആണ് നമ്മൾ സ്ട്രോക്ക് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ ഇതിൽ നമുക്ക് കിട്ടുക പ്ലാന്റാർ ഫ്ലെക്ഷനും അഡക്ഷൻ ഓഫ് ടോസും ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ബബിൻസ്കി സൈൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാന്റാർ ഫ്ലെക്ഷൻ്റെ റിഫ്ലെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോസി ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ടോസ് ആണ് ഉണ്ടാവുക. അത് നോർമലി ഇൻഫൻസിലൊക്കെ കാണുന്ന ഒരു സൈനാണ്. ഇത് അപ്പർ മോട്ടോർ ന്യൂറോൺ ലീഷൻ്റെ സമയത്താണ്, അല്ലാതെ നമ്മൾ അഡൾട്ട്സിലൊക്കെ കാണുക. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീപ്പ് റിഫ്ലെക്സസ് ആണ്. അതിൽ ജോജർക്ക്, ബൈസെപ്സ്, ട്രൈസെപ്സ്, സുപ്പിനേറ്റർ, നീ ആൻഡ് ആംഗിൾ റിഫ്ലെക്സ് ആണ് നമ്മൾ നോക്കുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോജർക്കിനെ പറ്റിയാണ്. അപ്പോൾ അതിൽ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് മൗത്ത് സ്ലൈറ്റ്ലി ഓപ്പൺ ചെയ്യാൻ പറയണം. സ്ലൈറ്റ്ലി ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എക്സാമിനറിൻ്റെ ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ഇവിടെ വെക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡിലെ മിഡിൽ ഫിംഗർ കൊണ്ട് ടാപ്പ് ചെയ്യുക. അപ്പം ജോ മസിൽസ് കൺട്രാക്ട് ചെയ്തിട്ട് മൗത്ത് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്ന പോലെ കാണാം. ഇത് ചില സമയങ്ങളിൽ നമുക്ക് വിസിബിളായിട്ട് കണ്ടോളണം എന്നില്ല. അടുത്ത നമ്മൾ ബൈസെപ്സ് ചെർക്കാണ് നോക്കുന്നത്. അതിന് നമ്മൾ പേഷ്യൻ്റെ കൈ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഈ ഒരു ഏരിയ നമ്മൾ ആ വെയിറ്റ് മൊത്തം നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് കൈ ലൂസാക്കിയിടാൻ പറയാം. കൈ നല്ല ലൂസാക്കിയിടണേ. ലൂസാക്കി അതിന് നീ ബൈസെപ്പ് ടെൻഡൻ ജസ്റ്റ് പാൽപ്പേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് നീ ഹാമർ വെച്ച് ടാപ്പ് ചെയ്യുക. കിട്ടിയിട്ടുണ്ട്. നമ്മളിനി ട്രൈസെപ്സ് ജെർക്കാണ് നോക്കാൻ പോകുന്നത്. അതിന് പേഷ്യൻ്റെ കൈ നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ വെക്കണം. അതിനുശേഷം പേഷ്യൻറ്റിനോട് കൈൻ്റെ ഫുൾ വെയിറ്റ് കയ്യിലേക്ക് ഇടാൻ പറയുക. എന്നിട്ട് ഇവിടെ ഒലിക്രോൺ പ്രോസസ്സിൻ്റെ അടുത്തായിട്ടാണ് ട്രൈസെപ്സിൻ്റെ ടെൻഡൻ വരുന്നത്. അതിൽ ടാപ്പ് ചെയ്യുക. അടുത്ത നമ്മൾ സുപ്പിനേറ്റർ റിഫ്ലെക്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിന് കൈ സെമി പ്രൊണേറ്റഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ എക്സാമിനറിൻ്റെ കയ്യിൽ വെയിറ്റ് കൊടുത്ത് വയ്ക്കാൻ പറയാം. എന്നിട്ട് ബ്രേക്കിയോ റേഡിയാലിസിൻ്റെ ടെൻഡൻ എന്ന് വെച്ചാൽ സ്റ്റൈലോഡ് പ്രോസസ് ഓഫ് റേഡിയസിൻ്റെ അവിടെയാണ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടത്. അടുത്ത നമ്മൾ നീ ജെർക്കാണ് നോക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ചെയ്യുന്നത് പെറ്റലേൻ്റെ താഴെയായിട്ട് ക്വാഡ്രിസെപ്സിൻ്റെ ടെൻഡൻ അറ്റാച്ച് ചെയ്ത സ്ഥലത്താണ് ടാപ്പ് ചെയ്യേണ്ടത്.
അടുത്ത നമ്മൾ ആംഗിൾ ജെർക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി പേഷ്യൻറ്റിനെ ആദ്യം സുപ്പൈൻ പൊസിഷനിൽ കിടത്തണം. അതിന് ശേഷം കാല് ജസ്റ്റ് എക്സ്റ്റേണലി റൊട്ടേറ്റ് ചെയ്തിട്ട് നീ ചെറുതായിട്ട് ഫ്ലെക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ ടോസിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് പുള്ള് ചെയ്യണം. അപ്പോഴാണ് ഈ അക്കിലേസ് ടെൻഡൻ സ്ട്രെച്ച് ആവുക. എന്നിട്ട് നമ്മൾ ഫുൾ മസിൽ ലൂസാക്കി ഇടാൻ പറയണം. അക്കിലേസ് ടെൻഡൻ്റെ അവിടെയാണ് ടാപ്പ് ചെയ്യേണ്ടത്. ഇനി വിസറൽ റിഫ്ലെക്സിലുള്ളത് മിച്ചുറേഷൻ ആൻഡ് ഡെഫിക്കേഷൻ റിഫ്ലെക്സ് ആണ്. അത് മിച്ചുറേഷൻ ആൻഡ് ഡെഫിക്കേഷൻ നോർമൽ ആണോ എന്ന് പേഷ്യൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ റിഫ്ലെക്സസിൻ്റെ എക്സാമിനേഷൻ. നിങ്ങളിത് ചെയ്യാൻ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഇഫറൻ ലിംബ് എന്താണ്, സെൻറ്റേഴ്സ് ഏതാണെന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയേ ഉള്ളൂ റിഫ്ലെക്സസ്. ഇതിൻ്റെ പെർഫോമ കറക്റ്റ് എഴുതാനും കൂടെ പഠിച്ചിരിക്കണം.